ഹലോ കൂട്ടുകാരെ, ജിനി ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു മാമ്പഴ ഹൽവ ഉണ്ടാക്കി നോക്കിയാലോ. ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് വെറും 10 മിനിറ്റ് നമുക്ക് ഈ ഹൽവ റെഡിയാക്കാൻ പറ്റും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ. അതിനായി ഞാൻ തീരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളൂ. ഇതൊരു 3 മാമ്പഴം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്താണ് കേട്ടോ. ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇനി നട്ട്സ് ഒന്നും ഇരിപ്പില്ലേ, കുറച്ച് തേങ്ങ കൊത്തി വറുത്തിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൽ പകുതി ഞാൻ ചെറുതായി മുറിച്ചു, ബാക്കി ഞാൻ നടുവേ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ മധുരം കുറവായതിനാലാണ്, കുറച്ച് മതിയായതിനാലാണ് കേട്ടോ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തേക്കണം. പിന്നെ കുറച്ച് വെള്ളം, പിന്നെ എടുത്തിരിക്കുന്ന കോൺഫ്ലോർ ആണ് കേട്ടോ. ഈ കോൺഫ്ലോർ ഇല്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയോ മൈദയോ നമുക്ക് ചേർക്കാവുന്നതാണ്. ഗോതമ്പ് പൊടിയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ച് അരിച്ചെടുക്കണേ. ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് വെള്ളവും ചേർക്കാവേ. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് മാമ്പഴം ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ തവി എടുത്തേക്കുന്ന തടിയിലേക്കൂട്ട് തവിയാണ് കേട്ടോ. മാമ്പഴം ഒന്ന് തിളച്ച് വരാറാകുമ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. ഞാൻ ഏലക്ക തൊലി കളഞ്ഞ് പഞ്ചസാര ചേർത്ത് പൊടിച്ചാണ് കേട്ടോ ആഡ് ചെയ്തത്. അത് അങ്ങനെ വേറൊന്നും കൊണ്ടല്ല, ഏലക്ക നന്നായി പൊടിഞ്ഞിട്ടു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ മാമ്പഴം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എണ്ണയോ നെയ്യോ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. നോൺ സ്റ്റിക്കിൻ്റെ തവയൊക്കെ ആണെങ്കിൽ ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ചേർക്കാം. കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചൂട്ടിലൊന്ന് പിടിക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് കട്ടിയായിട്ട് വരുന്നുണ്ട്. കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിർബന്ധമില്ല, നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ഹൽവ ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. തവയിൽ നിന്ന് വിട്ട് വരാൻ പാകത്തിനൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ട്രെയിലേക്ക് മാറ്റാം. എനിക്ക് ട്രേ ഇരിപ്പില്ലാത്തതിനാൽ ഞാനൊരു ബൗളിലേക്കാണ് കേട്ടോ മാറ്റുന്നത്. അതിനായിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് ഓയിൽ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഓയിലെല്ലാം നെയ്യ് ചെയ്യണം, നെയ്യ് വേണം നമുക്ക് ചേർത്ത് വെക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് നട്ട്സ്, ഞാൻ ആദ്യം നമ്മൾ നടുവേ മുറിച്ച് വെച്ച നട്ട്സ് ഇല്ലേ, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മിശ്രിതം നമ്മൾ ഇതിലേക്ക് മാറ്റുവാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹൽവ മിശ്രിതം നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് വേണം നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് വരാൻ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കുട്ടി കുറുമ്പന്മാർക്കും കുറുമ്പുകൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇത്തരം സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ഇതിൽ നമ്മൾ എക്സ്ട്രാ ഫുഡ് കളറോ എക്സ്ട്രാ കെമിക്കൽസ് ഒന്നും ചേർക്കാതെ റെഡിയാക്കുന്നതിന് അവരുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണിത്. 15 minutes later. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൽവ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല യെല്ലോ കളർ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മാമ്പഴമൊക്കെ കൈ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ ഐഡിയ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.